ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ബീഫ് ഫ്രൈ ആണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ 4 സവാള, 1 പിടി തേങ്ങാക്കൊത്ത്, 3 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇടുക. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുക. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കുരുമുളക്. ഇവ ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ബീഫിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മസാല എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിലും വേണം. അത് വേവുമ്പോഴത്തേക്കും നമുക്കിവിടെ മസാല റെഡിയാക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇട്ട് 1 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3 ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇവ 3ൻ്റെയും പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനകത്തോട്ട് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വരുന്ന സമയം വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവ 3 ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഓൾറെഡി ബീഫിൽ ഉപ്പിട്ടത് കൊണ്ട് ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഒരു ചെറിയൊരു കഷ്ണം കായം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഈ മസാലയിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വെള്ളം മുഴുവൻ വറ്റുന്ന രീതിയിലോട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് ബീഫ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ വെള്ളം തീരെ പാടില്ല. നല്ല ഡ്രൈ ആക്കി എടുക്കണം. വെള്ളം വറ്റുന്തോറും ഇതിൻ്റെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നല്ലപോലെ ഡ്രൈ ആവുന്ന ആ ഒരു ടൈം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പാകം. ഇതുപോലെ നല്ലപോലെ വെള്ളം വറ്റി അത്രയും ഡ്രൈ ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ നല്ല നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ബീഫ് ഫ്രൈ കിട്ടാൻ. അത്രയും ഡ്രൈ ആയി ആ കളറൊക്കെ നല്ല മാറി നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യണം.